നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷങ്ങളിൽ ഗൾഫ് രാഷ്ട്രങ്ങളെ ആകെ പിടിച്ചു കുലുക്കിയ കോവിഡ് വ്യാപനത്തെ പിന്നിട്ട് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരികയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. സാമ്പത്തികപരമായി പല മാറ്റങ്ങളും കൈക്കൊണ്ടു. ഇതോടൊപ്പം തന്നെ വിനോദസഞ്ചാരത്തിനായി കൂടുതൽ ഊന്നൽ നൽകി. അങ്ങനെ തിരിച്ചുവരവിന്റെ പാതയിലാണ് ഓരോ ഗൾഫ് രാഷ്ട്രങ്ങളും. ഇപ്പോഴാ കോവിഡിന്റെ പ്രസരണവും പ്രത്യാഘാതങ്ങളും കുറയുകയും ഗൾഫ് സമ്പദ് വ്യവസ്ഥ പഴയ രീതിയിലാവുകയും പ്രവാസി തൊഴിലാളികൾ മടങ്ങിയെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ കുവൈറ്റിലും ഗൾഫ് രാജ്യങ്ങളിലും പ്രാദേശിക തൊഴിൽ വിപണി സാധാരണ നിലയിലേക്ക് എത്തിയതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. പ്രാദേശിക പത്രമാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിന്റെ ജനറൽ കൗൺസിലിൽ അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ഗൾഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്ററിന്റെ വെളിപ്പെടുത്തലിലാണ് കോവിഡിന് ശേഷമുള്ള തൊഴിൽ വിപണിയുടെ മടങ്ങിവരവിനെ കുറിച്ച് പറയുന്നത്. 2020 ശേഷമാണ് ഇപ്പോൾ തൊഴിൽ വിപണിക്ക് ഉണർച്ച കൈവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗൾഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്റർ റിപ്പോർട്ട് പ്രകാരം 2020 ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ ആകെ $116.5 ബില്യൺ അവരുടെ നാട്ടിലേക്ക് അയച്ചത്. എന്നാൽ ഇത് 2021 $127.2 ബില്യൺ ഉയരുകയും ചെയ്തു. ഒരു വർഷം കൊണ്ട് 9.2% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 4 വർഷത്തെ കണക്കെടുപ്പിൽ കുവൈറ്റ് തൊഴിൽ വിപണി 6.1% വളർച്ചാ നിരക്കോടെ 3ാം സ്ഥാനത്തും 18.3 ബില്യൺ മൂല്യമുള്ള മൊത്തം പണമയക്കലുമായി 3ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. 39.8 ബില്യൺ സൗദി അറേബ്യ 2ാം സ്ഥാനത്തും 47.5 ബില്യൺ UAE 1ാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട്. ഗാർഹിക തൊഴിലാളികളെ സംരക്ഷിക്കാൻ തന്നെ പ്രത്യേക നിയമം പാസാക്കിയ GCC രാജ്യങ്ങളിൽ കുവൈറ്റും ഉൾപ്പെടുകയാണ്. തൊഴിൽ വിപണിയിൽ ആകെ 28.1% സ്ത്രീ തൊഴിലാളികളുള്ള കുവൈറ്റാണ് ഗാർഹിക സംരക്ഷണത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പ്രാദേശിക തൊഴിൽ വിപണിയുടെ 15.3% കുവൈറ്റുകാർക്കാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.